നിൽക്കണത് തന്നെ കരിമീൻ തോട്ടത്തിലാണ് കേട്ടാ. കണ്ട, ഇതാണ് നമ്മുടെ ജ്യൂസൊക്കെ കുടിക്കൂലേ, കരിമീൻ ജ്യൂസൊക്കെ കുടിക്കണ കരിമ്പാണിത്. നല്ല മധുരം കൂടിയ കരിമ്പാണിത്. നമുക്ക് എളുപ്പത്തിൽ നട്ട് വളർത്താൻ പറ്റിയ ഒരു കരിമ്പാണ്. കണ്ട, ഞാനിതൊരു പീസാ നട്ടത് കൊണ്ടുവന്ന്. ഇതിങ്ങനെ നീളത്തിൽ വളരും. കണ്ട, ഈ കരിമ്പാണി പോയേക്കണത് കണ്ട, നീളത്തിൽ വളർന്ന് പോയേക്കണണ്ടില്ലേ. ഒരുപാട് ഉയരത്തിൽ വളരണ ഒരു കരിമ്പാണിട്ടാ ഈ നമ്മുടെ ഈ ജ്യൂസ് ഉണ്ടാക്കുന്ന കരിമ്പെന്ന് പറഞ്ഞാൽ. ഭയങ്കര മധുരമാണ്. നമുക്ക് വെറുതെ കഴിക്കാൻ നല്ലതാണ്, ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം ഇട്ടാം. അപ്പം ഞാനിതൊരു കൊച്ചു പീസ് കൊണ്ട് നട്ടതാണ്. അവിടെ നിന്നാണ് ഇഷ്ടം പോലെ കരിമ്പ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. നമുക്ക് എന്നും കരിമ്പ് കിട്ടും. ഒരു കഷ്ണം കരിമ്പ് നട്ടാൽ മതി. പിന്നെ നമുക്ക് എപ്പോഴും കരിമ്പാണ് നമ്മുടെ വീട്ടിൽ. കണ്ട, അപ്പം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കരിമ്പാണ്. അപ്പോൾ ഒരു കരിമ്പിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കരിമ്പ് തന്നെയാണ് നമ്മൾ നടാൻ ഉപയോഗിക്കണത്. കരിമ്പിൻ്റെ ഒരു ചെറിയ പീസ് നട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരിക്കലും കരിമ്പ് നടണ്ട. അതിൽ നിന്ന് തന്നെ ചെനപ്പുകൾ വന്നിട്ട് ഇഷ്ടംപോലെ കരിമ്പ് ഉണ്ടായി കിട്ടും. പിന്നെ ഞാൻ 2 തരം കരിമ്പാണ് ഇവിടെ നട്ടേക്കണത്. നീലക്കരിമ്പും നട്ടിട്ടുണ്ട്. അപ്പം ഞാൻ നീലക്കരിമ്പും നട്ടിട്ടുണ്ട്. ഇപ്പം ഈ കരിമ്പ് നമുക്ക് സ്ഥലം തന്നെ വേണമെന്നില്ലട്ടെ നടാനായിട്ട്. നമുക്ക് ചാക്കിലൊക്കെ നടാം, ഗ്രോ ബാഗിലൊക്കെ നടാം നമുക്ക് കരിമ്പ്. നമുക്ക് വലിയ സ്ഥലങ്ങൾ തന്നെ വേണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ ഞാനിങ്ങനെ സ്ഥലം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു തോടിൻ്റെ സൈഡിൽ ഇങ്ങനെ നട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചോദിക്കും നമ്മുടെ നാട്ടിൽ കരിമ്പൊക്കെ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കരിമ്പ് ഉണ്ടാവും. ഞാൻ തന്നെ ഒരു കൊച്ചു പീസ് നട്ടിട്ടാണ് ഇപ്പോൾ ഇത്ര പേർക്ക് കരിമ്പിൻ തോട്ടമായിട്ട് മാറിയേക്കണത്. അപ്പം നിങ്ങൾക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഇതേപോലെ ചാക്കിലോ ഗ്രോ ബാഗിലൊക്കെ നട്ട് കൊടുത്തു. ഞാൻ നീലക്കരിമ്പ് നട്ടിട്ടുണ്ട്. അതും നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് നീലക്കരിമ്പ്. അപ്പം നീലക്കരിമ്പ് നിങ്ങൾ എപ്പോഴും കാണുന്നുണ്ടാവും. ഉത്സവപ്പറമ്പിലും അതേപോലെ പള്ളിപ്പെരുന്നാളിനൊക്കെ നിങ്ങൾക്ക് നീലക്കരിമ്പ് മേടിക്കാൻ കിട്ടും. അപ്പം നീലക്കരിമ്പ് നിങ്ങൾക്ക് ഒരു പീസ് നട്ടാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടം പോലെ കരിമ്പ് ഇതേപോലെ വിളവെടുത്തോണ്ടിരിക്കും. അപ്പം നമുക്ക് നീലക്കരിമ്പ് വരെ നമുക്ക് വിളവെടുക്കാം കേട്ടാ. നമ്മുടെ കരിമ്പാണ് കാണുന്നത്. കണ്ട, കരിമ്പ് നോക്കിയ എന്ത് നല്ല വലിയ കരിമ്പാണെന്ന് നോക്കിയാൽ കണ്ട. അപ്പം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കണ്ട നമുക്ക് ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള കരിമ്പ് വെട്ടിയെടുക്കാണ്ട. നിങ്ങൾ നോക്കിയാൽ കരിമ്പ് നോക്കിയേ, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കരിമ്പാണ്. കണ്ട കണ്ട, നമുക്ക് ഇത്രയും നല്ല കരിമ്പ് നമുക്ക് കടയിൽ നിന്ന് പോലും മേടിക്കാൻ കിട്ടൂല. നമ്മൾ യാതൊരു പരിചരണവും കൊടുത്തിട്ടില്ല, നമ്മൾ നട്ടു വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കരിമ്പൊക്കെ മേടിച്ച് നടണം. അപ്പോൾ നമ്മൾ എല്ലാ ഫ്രൂട്ട് പിടിപ്പിക്കുന്ന കൂട്ടത്തിൽ ഒരു പ്രയാസമില്ലാത്ത ഈ കരിമ്പും നമ്മൾ നട്ടുപിടിപ്പിക്കുക. കരിമ്പ് നമുക്ക് എപ്പോഴും കടയിൽ നിന്ന് ഫ്രൂട്ട് കടയിൽ നിന്നൊന്നും മേടിക്കാൻ കിട്ടണമല്ലേ കരിമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ വീട്ടിൽ പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും കരിമ്പ് കഴിക്കാം. അപ്പോൾ എല്ലാവരും കരിമ്പിൻ്റെ കട്ടിങ്സൊക്കെ മേടിച്ച് നടാം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.